സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്ന് ജോയിൻ ആവുന്നത്. അപ്പോൾ ഈ സിനിമയുടെ പേര് അജയൻ്റെ രണ്ടാം മോഷണം എന്നായിരുന്നു. അപ്പം ഡോക്ടർ സക്രിയ തോമസ് നമ്മുടെ പാർട്ട്ണർ, പുള്ളി ഇന്ന് ഇവിടെ ഇല്ല, പുള്ളി അമേരിക്കയിലാണ്. പുള്ളിക്ക് വരാനായിട്ട് ഇവന് സാധിച്ചില്ല. പക്ഷെ അദ്ദേഹമായിട്ടുള്ള ഒരു ടൈപ്പിലാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അന്ന് ഇതിൻ്റെ ഒരു ബഡ്ജറ്റ് ഇവനിട്ടതും പറഞ്ഞതുമൊക്കെ എല്ലാ സിനിമകളും അങ്ങനെയാണ്. ഒരു ആരംഭിക്കുമ്പോൾ ഒരു ബഡ്ജറ്റാവും, പിന്നീട് അതൊരു വേറൊരു ബഡ്ജറ്റാവും. ഇതൊക്കെ എല്ലാ സിനിമകളിലും, കൊച്ചു സിനിമ മുതലോ വലിയ സിനിമകളിലും ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിൻ്റെ ഒരു 30 ദിവസം 25-30 ദിവസം മുന്നെയാണ് ഇതിൽ ജോയിൻ ആവുന്നത്. അപ്പോൾ ഈ സിനിമ ഒരു വലിയ സിനിമയായി മാറണമെന്നുള്ളൊരു ആഗ്രഹം ഇപ്പം ഇവനുണ്ടായിരുന്നു. ഇതിൻ്റെ തുടക്കം പോലെ തന്നെ UGM ഇൻവോൾവഡ് ആയിട്ട് ഇവൻ ചെയ്യുമ്പോൾ ജിതിൻ ഇതിൻ്റെ എടുത്ത ഷോട്ടുകൾ എന്നെ കൊണ്ട് കാട്ടുമ്പോൾ ഞാൻ ഭയങ്കര ഇമ്പ്രസ് ആയിട്ട്, അങ്ങനെയാണ് ഈ സിനിമ ARM എന്ന് പറയുന്ന പാൻ ഇന്ത്യൻ സിനിമയാക്കി മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് അല്ലെ ജിതിൻ ARM എന്ന് പറയുന്ന ടൈറ്റിൽ ഫോം ആകുന്നത്. പിന്നെ അജയന്റെ രണ്ടാം മോഷണം ഇല്ല, അത് അതിൻ്റെ താഴെ മാത്രമാണ്. നമ്മൾ ARM ഉണ്ടാക്കിയത് അങ്ങനെയാണ്. പിന്നെ അറിയാം, ഈ സിനിമ പ്ലാൻ ചെയ്യുന്ന സമയത്ത് സിനിമാ വ്യവസായങ്ങളൊക്കെ വളരെ വലിയ രീതിയിൽ നമുക്ക് ബിസിനസ്സൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സമയത്തായിരുന്നു. ആക്ച്വലി ഈ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഈ സിനിമ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളിത് കാട്ടിയിട്ട് ബിസിനസ് ചെയ്യാം. നമ്മൾ കൊച്ചു സിനിമകളൊക്കെ തന്നെ നമ്മൾ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഇറങ്ങിയ സിനിമകളെല്ലാം നല്ല രീതിയിൽ ബിസിനസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സിനിമയുടെ ലക്കാണോ അൺലക്കാണോ എന്നറിയില്ല. ഈ സിനിമയുടെ ഞങ്ങളുടെ ഒരു കോൺഫിഡൻസ്, ഈ സിനിമ കാട്ടിയിട്ട് ഈ സിനിമയ്ക്ക് കൂടുതൽ പൈസ ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് പറയുമ്പോൾ നമ്മളിപ്പോൾ XY ആർട്ടിസ്റ്റിന്റെ സിനിമകൾ എന്ന് പറയുമ്പോൾ ഓക്കെ, അതിനൊരു വാല്യൂ ഉണ്ടാവും. അപ്പം ഒരു ടൊവിനോയുടെ ഒരു സിനിമയ്ക്ക് അന്ന് നൽകാവുന്നതിൽ ഏറ്റവും ബെറ്ററിൽ കൂടുതലുള്ള റേറ്റ് വേണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. കാരണം ഈ സിനിമ അത്രയും വലുപ്പമുള്ള ഒരു സിനിമയായിരുന്നു. ഇവരുടെ എല്ലാം ഒരുപാട് ഹാർഡ് വർക്കുകൾ ഈ സിനിമയിലുണ്ട്. അപ്പം പിന്നെ ഈ സിനിമയിൽ നിങ്ങൾക്കറിയാം, അതായത് ഒരുപാട് ഗ്രാഫിക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം ടൈം ആവശ്യം വന്നിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ കാണിച്ച് കഴിയുമ്പോഴേ ഉള്ളായിരുന്നു ആക്ച്വലി നമ്മുടെ ഈ പ്ലാറ്റ്ഫോമുകാരൊക്കെ കൂടുതൽ ഇംപ്രഷനോടെ ഈ സിനിമ വാങ്ങുകയുള്ളൂ. പക്ഷേ എന്ത് പറയാൻ വേണ്ടിയിട്ടാണ്, ഈ CG ഒക്കെ ഞങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് മൊമെന്റിലാണ് റെഡി ആയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇതിന്റെ റിലീസിങ് ഞങ്ങൾക്ക് 1 ദിവസം 2 ദിവസമൊക്കെ തള്ളിയാണ് അതർ ലാംഗ്വേജിൽ റിലീസ് ചെയ്യാനായിട്ട് പറ്റിയത്. കാരണം ഇതിന്റെ സെൻസർ, ഓരോ ലാംഗ്വേജും സെൻസർ ചെയ്യേണ്ടതായിട്ട് ഉണ്ടായിരുന്നു. കാരണം അറിയാലോ, സിനിമകൾ എപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ ഈ സിനിമ നിർമ്മിച്ച് കഴിഞ്ഞ്